ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് മാങ്ങയിട്ടിട്ട് മീൻകറി വെക്കുന്ന ഒരു ഡിഷിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ഇത് കാണുക. നമ്മൾ ആദ്യം മാങ്ങയൊക്കെ വൃത്തിയായി ചെത്തി അതിനുശേഷം പൂളിയ ശേഷം അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് നമ്മളൊരു പ്ലേറ്റിൽ വെക്കണം. അതിനുശേഷം നമ്മൾ അതിന് വേണ്ട പല ചേരുവകളും കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ മുളക് കട്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ ചെറിയുള്ളി കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇഞ്ചി കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളിയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ സെപ്പറേറ്റായി മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തേങ്ങയും കൂടി അരച്ച് ചിരണ്ടി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ച ശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള അയിലയും കൂടി കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. നമ്മൾ ഫ്രഷായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു അയിലയാണ്. ഈ അയിലയാണ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഈ മീൻകറിക്ക്, അയില പ്രിപ്പയർ ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മൾ ഒരു ജാറിൽ തേങ്ങ എടുത്ത് അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ചെറിയുള്ളി ഇട്ട ശേഷം മിക്സ് ചെയ്ത് അരച്ചിട്ട് അത് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മൺചട്ടിയിലേക്ക് നമ്മൾ മാങ്ങ കട്ട് ചെയ്തത് ആദ്യം ഇടുക. എന്നാൽ ആവശ്യാനുസരണം നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ടതാണ്. നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാൻ നേരത്ത് അത് ആവശ്യത്തിനനുസരിച്ച് മാത്രം അതിനകത്തേക്ക് ഇടുക. ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളിടുക. അല്ലെങ്കിൽ നമുക്ക് എരിവ് കൂടാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആവശ്യാനുസരണം മാത്രം ഇടുക. ഉപ്പും അതേപോലെ തന്നെ ആവശ്യാനുസരണം മാത്രം ഇടുക. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് തന്നെ കുറച്ച് ചെറുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ തന്നെ ഇടേണ്ടതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് അത് തിളയ്ക്കണം. തിളച്ച ശേഷം ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് അതിനകത്തേക്ക് തേങ്ങ നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ള തേങ്ങയും കൂടി അരച്ച് ചേർക്കുക. അതിനകത്തേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ നമ്മൾ ആ കറിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. അത് വെന്ത ശേഷം നമ്മളതിനകത്തേക്ക് മീൻ കട്ട് ചെയ്ത മീൻ അതിനകത്തേക്ക് എല്ലാ സൈഡിലേക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മീൻ മുങ്ങുന്ന രീതിയിൽ നമ്മൾ കയ്യിലുകൊണ്ട് നമ്മൾ അത് മുക്കി കൊടുക്കണം. അതിനനുസരണമായിട്ട് അതിനകത്ത് വെള്ളം വേണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് നമ്മളത് തിളയ്ക്കുന്നോടം വരെ അത് നമ്മൾ വെക്കുക. തിളച്ച് ഏകദേശം പാകമായി എന്ന് തോന്നാൻ നേരത്ത് നമ്മൾ ഒരു പാൻ എടുത്ത ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നമുക്ക് വറവിടേണ്ടതുണ്ട്. അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പാനിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. വെളിച്ചെണ്ണ ചേർത്താൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ തിളച്ച ശേഷം നമ്മൾ ഉലുവ ഇടുന്നു. ഉലുവ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം മൂപ്പായി. മൂത്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചെറിയുള്ളി ഇടുന്നു. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇടുന്നു. ഇഞ്ചിയും കൂടി ഇട്ട ശേഷമാണ് അത് ശരിക്കും മൂത്ത ശേഷം ശരിക്കും മൂക്കുന്നോടം വരെ നമ്മൾ ഇത് ഇളക്കി പ്രിപ്പയർ ചെയ്യണം. അത് പ്രത്യേകം നോക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ അത് മൂത്ത് ശേഷം നമ്മൾ നമ്മുടെ മീൻ കറിയിലേക്ക് അത് വറവിടുകയാണ്. വറവ് കൃത്യമായിട്ട് നമ്മളത് ശ്രദ്ധിച്ചിടുക, കരിഞ്ഞു പോകാത്ത രീതിയിൽ.
ഇപ്പോൾ വറവൊക്കെ ഇട്ട് നമ്മൾ തിളച്ച് പ്രിപ്പയർ ആയിട്ടുള്ള ഡിഷാണ് നിങ്ങൾ കണ്ടത്. നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീട്ടിൽ. ഇത് നമ്മളെ വീട്ടിൽ തന്നെ വളർന്നിട്ടുള്ള കറിവേപ്പിലയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെ തന്നെ ശ്രമിക്കുക, വീട്ടിൽ വളർത്തുക കറിവേപ്പില. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഡിഷുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ കാണുക, പ്രിപ്പയർ ചെയ്യുക. ആരോഗ്യമുള്ള ജീവിതം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്.